ഫോർത്ത് യൂണിറ്റ് ദ പവർ ഓഫ് ക്ലീനിനെസ് നമ്മൾ തുടങ്ങിയിരുന്നു അല്ലേ? എന്തൊക്കെയാണ് കണ്ടത് ലാസ്റ്റ് ക്ലാസ്സിൽ? വൃത്തിയിലൂടെ നല്ല ആരോഗ്യം ഉണ്ടാവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കണ്ടു അല്ലേ? എന്തൊക്കെയാണ്? വി ഷുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ അവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് ആഫ്റ്റർ ഡിന്നർ. നമ്മൾ 2 നേരം പല്ല് തേക്കണം എന്നൊക്കെ കണ്ടു. ദെൻ ടേക്ക് എ ബാത്ത് ഡെയിലി, എല്ലാ ദിവസവും കുളിക്കണം. വി ഷുഡ് വെയർ ഡ്രൈ ആൻഡ് ക്ലീൻ ക്ലോത്ത്സ്, അതായത് വൃത്തിയുള്ളതും അതുപോലെ തന്നെ ഉണങ്ങിയ വസ്ത്രങ്ങളും ധരിക്കണം. ദെൻ വി ഷുഡ് ട്രിം ആൻഡ് ക്ലീൻ അവർ നെയിൽസ്, നമ്മളുടെ നഖങ്ങൾ നമ്മൾ വെട്ടുകയും വൃത്തിയാക്കുകയും വേണം. ദെൻ വി ഷുഡ് വാഷ് അവർ ഹാൻഡ്സ് പ്രോപ്പർലി, ശരിയായ രീതിയിൽ കൈകൾ കഴുകണം. ദെൻ വി ഷുഡ് കോംബ് ആൻഡ് ക്ലീൻ അവർ ഹെയർ, മുടി ചീകുകയും അതുപോലെ തന്നെ വൃത്തിയാക്കുകയും ചെയ്യണം. വെയർ മാസ്ക് വെൻ എവർ ഇറ്റ് ഈസ് നീഡഡ്, ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ മാസ്ക് ധരിക്കണം. ഇതൊക്കെയാണ് വൃത്തിയിലൂടെ നമുക്ക് ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഇവിടെ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഷുഡ് വി വെയർ മാസ്ക്? നമ്മൾ എന്തിനാണ് മാസ്ക് ധരിക്കുന്നത്? അലൻ ഫോർഗോട്ട് ടു റൈറ്റ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ, ക്യാൻ യു ഹെൽപ്പ് ഹിം? അലൻ ഇതിനുള്ള ആൻസർ എഴുതാൻ മറന്നുപോയി, ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ എഴുതാൻ വിട്ടുപോയി. നിങ്ങൾക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തിനായിരിക്കും നമ്മൾ മാസ്ക് വെയർ ചെയ്യുന്നത്? We wear masks to prevent the spread of airborne diseases like common cold, cough, Nipah, COVID-19 and others. അതായത് നമ്മൾ മാസ്ക് എന്തിനാണ് ധരിക്കുന്നത്? വായുവിലൂടെ പടരുന്ന ഡിസീസസ് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമൺ കോൾഡ്, ജലദോഷം, ചുമ, പിന്നെ കോവിഡ് അല്ലേ, അതുപോലെ തന്നെ നിപ്പ, ഇങ്ങനത്തെയൊക്കെ ഡിസീസസ് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാസ്ക് ധരിക്കുന്നത്. ക്ലീൻ ടീത്ത്, വൃത്തിയുള്ള പല്ലുകൾ. യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീനിങ് യുവർ ടീത്ത്, ഡോണ്ട് യു? ഡു വി ബ്രഷ് അവർ ടീത്ത് പ്രോപ്പർലി? ഒബ്സർവ് ദ പിക്ചേഴ്സ്. അതായത് പല്ല് വൃത്തിയാക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. നമ്മളുടെ പല്ലുകൾ ശരിയായി തേക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഈ പിക്ചേഴ്സൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കി നോക്കൂ, എങ്ങനെയാണ് നമ്മൾ പല്ല് തേക്കേണ്ടത്? ഹൗ ടു ക്ലീൻ അവർ ടീത്ത് യൂസിങ് എ ടൂത്ത് ബ്രഷ്. ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ പല്ല് തേക്കണം എന്നുള്ളതാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഹോൾഡ് ദ ബ്രഷ് സ്ലാൻറ്റഡ്, അതായത് ബ്രഷ് ചെരിച്ചിട്ട് പിടിക്കുക. ദെൻ ബ്രഷ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്സ്, മുമ്പിലോട്ടും അതുപോലെ തന്നെ പുറകിലോട്ടും ബ്രഷ് ചെയ്യുക, തേക്കുക. ദെൻ ബ്രഷ് ദ അപ്പർ ടീത്ത് ഫ്രം ടോപ്പ് ടു ബോട്ടം ആൻഡ് ദ ലോവർ ടീത്ത് ഫ്രം ബോട്ടം ടു ടോപ്പ്. മുകളിലത്തെ പല്ലുകളെല്ലാം മുകളിൽ നിന്ന് താഴോട്ട് തേക്കുക. ദെൻ താഴത്തെ പല്ലുകളെല്ലാം താഴെ നിന്ന് മുകളിലോട്ട് തേക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ദെൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ബ്രഷ് ദ സർഫേസ് ഓഫ് ദ ടീത്ത് യൂസ് ഫോർ ച്യൂയിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്സ് പ്രോപ്പർലി. നമ്മൾ ചവയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടീത്തിൻ്റെ ഭാഗമില്ലേ, പല്ലുകളുടെ ഭാഗമെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? മുമ്പിലോട്ടും പുറകിലോട്ടും ആയിട്ട് നന്നായിട്ട് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുക. ദെൻ ബ്രഷ് ദ ഇന്നർ സൈഡ് ഓഫ് ടീത്ത്, അതായത് പല്ലുകളുടെ ഉൾഭാഗങ്ങളെല്ലാം ബ്രഷ് ചെയ്യുക. ദെൻ ക്ലീൻ ദ ടങ് വിത്ത് ദ ബ്രഷ്. ലാസ്റ്റ് എന്ത് ചെയ്യണം? നമ്മുടെ ബ്രഷ് ഉപയോഗിച്ച് നാക്ക് ക്ലീൻ ചെയ്യണം. അപ്പം എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ട രീതി കണ്ടല്ലേ? എന്ത് ചെയ്യണം? ഫസ്റ്റ് ഹോൾഡ് ദ ബ്രഷ് സ്ലാൻറ്റഡ്, ബ്രഷ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്സ്, ബ്രഷ് ദ അപ്പർ ടീത്ത് ഫ്രം ടോപ്പ് ടു ബോട്ടം ആൻഡ് ദ ലോവർ ടീത്ത് ഫ്രം bottom to top. Brush the surface of the teeth used for chewing forward and backwards properly. Brush the inner side of teeth. Clean the tongue with the brush. നമ്മളിപ്പോൾ ഹാൻഡ്സ് എങ്ങനെ പ്രോപ്പർലി വാഷ് ചെയ്യുമെന്ന് കണ്ടു, ടീത്ത് എങ്ങനെ പ്രോപ്പർലി ബ്രഷ് ചെയ്യുമെന്ന് കണ്ടു. അടുത്തത് ക്ലീൻ ബോഡിയാണ് കേട്ടോ. ബാത്തിങ് ഈസ് എസെൻഷ്യൽ ടു ക്ലീൻ അവർ ബോഡി. നമ്മുടെ ശരീരം വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് കുളി പ്രാധാന്യമാണ്. ക്യാൻ യു പ്രസൻറ്റ് ദ വേ യു ബാത്ത് യൂസിങ് ആക്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഏത് രീതിയിലാണ് നിങ്ങൾ ബോഡി വാഷ് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. വാട്ട് ഷുഡ് വി കീപ്പ് ഇൻ മൈൻഡ് വെൻ വി ടേക്ക് എ ബാത്ത്? നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യുന്നത് നോക്കൂ. ടേക്ക് എ ബാത്ത് ഡെയിലി, എല്ലാ ദിവസവും കുളിക്കണം. ദെൻ വാഷ് ആൻഡ് ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്, അതായത് സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ബോഡി പാർട്സ് ക്ലീൻ ചെയ്യണം, ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്യണം. ഡു നോട്ട് ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ, ചളിവെള്ളത്തിൽ കുളിക്കാതിരിക്കുക. ദെൻ യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി, അതായത് നിങ്ങൾ കുളിച്ചതിന് ശേഷം നല്ല ഉണങ്ങിയതും അതുപോലെ തന്നെ വൃത്തിയുള്ള തുണി വെച്ചിട്ട് നിങ്ങൾ ബോഡി നന്നായി തുടച്ച് നനവില്ലാത്ത രീതിയിലാക്കുക. ഡു നോട്ട് യൂസ് അതേഴ്സ് ടവൽ, വേറൊരാളുടെ ടവൽ യൂസ് ചെയ്യാതിരിക്കുക, തോർത്ത് യൂസ് ചെയ്യാതിരിക്കുക. വാഷ് ആൻഡ് ഡ്രൈ ദ ടവൽ ആഫ്റ്റർ യൂസ്, അതായത് നിങ്ങൾ കുളിച്ചതിന് ശേഷം യൂസ് ചെയ്തതിന് ശേഷം ഈ ടവൽ നന്നായി കഴുകി ഉണക്കുക.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബാത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുളിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ പ്രോപ്പർ വേസ് ഓഫ് വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് ബ്രഷിംഗ് ടീത്ത് ആൻഡ് ബാത്തിങ്? പ്ലീസ് ഡിസ്കസ് വാട്ട് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് പേഴ്സണൽ ഹൈജീൻ വിത്ത് ഫാമിലി മെമ്പേഴ്സ്. അതായത് കൈകൾ കഴുകേണ്ടതും അതുപോലെ തന്നെ പല്ലുകൾ തേക്കേണ്ടതും കുളിക്കുന്നതിൻ്റെയൊക്കെ ശരിയായ രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ വ്യക്തി ശുചിത്വത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ ഈസ് എ റീസൺ ഫോർ മെനി ഡിസീസസ്. അതായത് വ്യക്തി ശുചിത്വമില്ലായ്മയാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഡിസെൻട്രി, കോൾഡ്, സ്കാബീസ്, റാഷ് എക്സെട്ര ആർ സം ഓഫ് ദീസ് ഡിസീസസ്. അതായത് അതിസാരം, ജലദോഷം, ചൊറി, ചുണങ്ങ് എന്നിവയൊക്കെയാണ് വ്യക്തി ശുചിത്വമില്ലായ്മയിലൂടെ വരാവുന്ന രോഗങ്ങൾ. വി ക്യാൻ കീപ് മെനി ഡിസീസസ് എവേ ഇഫ് വി മെയിൻറ്റെയിൻ ഹൈജീൻ. വ്യക്തി ശുചിത്വം പാലിക്കുന്നതിലൂടെ നമുക്ക് പല രോഗങ്ങളെയും അകറ്റി നിർത്താൻ കഴിയുമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ദ ഡിസിഷൻസ് ഐ മസ്റ്റ് ടേക്ക് ടു മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. അതായത് വ്യക്തി ശുചിത്വം പാലിക്കാനായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് കേട്ടോ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? I will take bath daily. Then I will brush and clean my teeth in the morning and after dinner. Then I will wear dry and clean clothes. I will trim and clean my nails. I will wash hands properly. I will comb and clean my hair. I will wear mask whenever it is needed. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ഇതന്നെയാണ് പേഴ്സണൽ ഹൈജീനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.